Earnings Daily News Desk. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. A tribute to M.S. Swaminathan, the man who fed India, making India's climate taxonomy framework work. Third, the complex web of factors behind India's persistent standing crisis. Fourth, no change in Taiwan policy, says India after China raid out. Fifth, ISRO moods heavy lift rocket that can carry payload of 75,000 kilogram. Okay, നമുക്കിനി ഒന്നാമത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ന്യൂസ്, a tribute to M.S. Swaminathan, the man who fed India. അതായത് M.S. സ്വാമിനാഥൻ എന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആണ്. അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫി പബ്ലിഷ് ചെയ്യാണ്. M.S. സ്വാമിനാഥൻ, the man who fed India. പ്രിയമത ജയകുമാർ ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അവരാണ് അത് പ്രിപ്പയർ ചെയ്തത്. ഇവിടുത്തെ റിലവൻസ് എന്താണെന്ന് വെച്ചാൽ എന്താ, ആത്മനിർഭർ ഭാരത് വികസിത് ഭാരത് 2047 ഇതിലേക്ക് വേണ്ടിയിട്ട് ഗ്രീൻ റവല്യൂഷന്റെ ലെസൺസ് നമുക്ക് എടുക്കാം എന്നാണ് ഈ ന്യൂസ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഈ ലെസൺസ് ഫ്രം ഗ്രീൻ റവല്യൂഷൻ എക്സ്പീരിയൻസസ്, സയൻസ് ആൻഡ് കൊളാബറേഷൻ. അതായത് ഗ്രീൻ റവല്യൂഷൻ സക്സസ് എന്തിന് ഈക്വൽ ആയിട്ടാണ് പറയുന്നത്, സയന്റിഫിക് അഡ്വാൻസ്മെന്റ് പ്ലസ് ഇന്റർനാഷണൽ കൊളാബറേഷന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നോർമാൻ ബോർല മെക്സിക്കൻ റീഡ് അഡോപ്റ്റഡ് ഫോർ ഇന്ത്യൻ കണ്ടീഷൻസ്. ലെസൺസ് എന്താണ്, സയന്റിസ്റ്റ് മസ്റ്റ് ബി ബെറ്റർ കണക്റ്റഡ് ടു ഗ്ലോബൽ പിയേഴ്സ്, ബ്യൂറോക്രാറ്റിക് ഹർഡിൽസ് ഇൻ അപ്രൂവൽസ് ഓർ ഫോറിൻ കൊളാബറേഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ്, പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്റർനാഷണൽ കോൺഫറൻസസ്, എക്സ്പോഷർ ടു കട്ടിംഗ് എഡ്ജ് റിസർച്ച് ഇൻ ക്രൂഷ്യൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം. സെക്കൻഡ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആൻഡ് സയൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സയന്റിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, not mediated only by bureaucracy. ലാൽ ബഹദൂർ ശാസ്ത്രി, സി സുബ്രഹ്മണ്യൻ അവരൊക്കെ ആരാണ്, സയൻസ് ഓറിയന്റഡ് മിനിസ്റ്റേഴ്സ് ആണ്. അവരെന്താണ്, ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് തന്നെയാണ് ഇതിനുവേണ്ടി നൽകിയിട്ടുള്ളത്. നീഡ് മോർ ടെക്നിക്കലി ക്വാളിഫൈഡ് മിനിസ്റ്റേഴ്സ് ഓർ ഡിസിഷൻ മേക്കേഴ്സ്. കാരണം എന്താണ്, ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എന്താ, need more technically qualified ministers or decision makers. Political class must respect and support scientific research. തേർഡ് എന്താ പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് ഇൻ കോൺഫ്ലിക്റ്റിംഗ് വ്യൂസ്. അതായത് 18,000 ടൺസ് ഓഫ് ബീ സീഡ്സ് എന്താണ് ഇമ്പോർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷെ എന്താണ്, ആ സമയത്ത് ആരൊക്കെ ഇതിനെ എതിർത്ത് ഒപ്പോസ് ചെയ്തു, ആരൊക്കെ, ഫിനാൻസ് മിനിസ്ട്രി, പ്ലാനിംഗ് കമ്മീഷൻ, ലെഫ്റ്റ് പാർട്ടീസ് ഒക്കെ ഇതിനെ എതിർക്കുകയുണ്ടായി. എന്നാൽ ശാസ്ത്രി പിന്നീട് അതുപോലെ ഇന്ദിരാഗാന്ധിയൊക്കെ സപ്പോർട്ടോട് കൂടിയാണ് അത് ഇമ്പോർട്ട് ചെയ്യുകയുണ്ടായത്. Conflicting opinions inevitable. Final call must be highest political level. Once decided, effort should get full backing plus independent monitoring for course correction. Okay. സസ്റ്റൈനബിലിറ്റി കൺസേൺ ആയിട്ട് എന്താ പറയുന്നത്, അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, സക്സസ് ആയിരുന്നു. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് വന്നത്, ഓവർ യൂസ് ഓഫ് വാട്ടർ, ഫെർട്ടിലൈസർ, സോയിൽ ഡിഗ്രഡേഷൻ ഒക്കെയാണ് വന്നത്. സ്വാമിനാഥൻ ഹിംസെൽഫ് ഹൈലൈറ്റഡ് സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസ്. അപ്പൊ എന്താ, ഫ്യൂച്ചറിൽ എന്താണ്, ഫ്യൂച്ചർ റവല്യൂഷൻ മസ്റ്റ് ഇന്റഗ്രേറ്റ് എന്ത്, ഫ്യൂച്ചറിൽ എന്ത് നമ്മൾ ഉറപ്പായിട്ടും എന്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കണം, സസ്റ്റൈനബിലിറ്റി, ക്ലൈമറ്റ് റെസിലിയൻസ്, എക്കോളജിക്കൽ ബാലൻസ് ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. Current relevance for വികസിത് ഭാരത്, അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ് ചാലഞ്ചസ്. ക്ലൈമറ്റ് അതായത് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചസ് എന്താണ്, അഗ്രികൾച്ചറിനെ നെഗറ്റീവ്ലി ബാധിക്കും. അത് നമുക്കറിയാലോ, ക്ലൈമറ്റ് എന്ത് ചേഞ്ച് വന്നാലും അഗ്രികൾച്ചറിനെ അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. ഇന്ത്യ ലാഗ്സ് ബിഹൈൻഡ് ചൈന ഇൻ അഗ്രി റിസർച്ച്. അപ്പൊ എന്താണ്, ഇന്ത്യ സ്പെൻഡ് ചെയ്ത് എത്രയാണ്, 0.3% ആണ്, 0.43% ആണ്. എന്നാൽ ചൈന എന്താണ്, ഇതിന്റെ ഡബിൾ ആണ് ചൈന സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വേൾഡ്സ് ടോപ്പ് 200 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യ അതിലില്ല. എന്നാൽ ചൈനയുടെ എന്താണ്, ടോപ്പ് 10ൽ 8 ചൈനയുടെ ആണ്. അപ്പൊ എന്താണ്, ഇന്ത്യ ലാഗ്സ് ബിഹൈൻഡ് ചൈന ഇൻ അഗ്രികൾച്ചർ റിസർച്ച്. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്, ഇൻക്രീസ് ഫണ്ടിങ് ഫോർ അഗ്രികൾച്ചർ, സ്ട്രെങ്തൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി ആൻഡ് മെറിറ്റ് ബേസ്ഡ് റിക്രൂട്ട്മെന്റ്, എൻഷുർ സയന്റിസ്റ്റ് ഹാവ് ഡയറക്റ്റ് ആക്സസ് ടു പോളിസി മേക്കേഴ്സ്. ബിയോണ്ട് അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിന് അപ്പുറമായിട്ട് നോക്കുകയാണെങ്കിൽ എന്താ, ലെസൺസ് എക്സ്റ്റെൻഡ് ടു അതർ ഫീൽഡ്സ്, ഡിജിറ്റൽ എക്കോണമി, AI, ബയോടെക്നോളജി, സ്പേസ് ടെക് എക്സെട്ര. ഫോർ ആത്മനിർഭർ ഭാരത് must build strong scientific ecosystem with the global linkages plus political support.
അപ്പോൾ ആത്മനിർഭർ ഭാരതിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മളൊരു സ്ട്രോങ് സയന്റിഫിക് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണം. വിത്ത് എന്തിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി, ഗ്ലോബൽ ലിങ്കേജസ് പ്ലസ് പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടി. അതുപോലെ എന്താണ് നമ്മുടെ ഈ ഒരു ലെസൺസ് ഒക്കെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നോ, ഇപ്പോഴത്തെ ഇപ്പോൾ വരുന്ന എന്താണ് AI, ഡിജിറ്റൽ എക്കോണമി, ബയോടെക്നോളജി, സ്പേസ് ടെക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ലെസൺസ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ന്യൂസ് മെയിൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2, GS പേപ്പർ 3യിലാണ് വരുന്നത്. GS പേപ്പർ 2ൽ ഗവർണൻസ് ആൻഡ് പൊളിറ്റി, റോൾ ഓഫ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് പോളിസി, ബ്യൂറോക്രാറ്റ് ഹർഡിൽസ് വിസസ് എഫക്റ്റീവ് ഗവർണൻസ്. GS പേപ്പർ 3യിൽ നോക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ, എൻവയോൺമെന്റ്. അതിലെന്താണ് ഗ്രീൻ റവല്യൂഷൻ, ഇഷ്യൂസ് ഓഫ് സസ്റ്റൈനബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ടിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. എസ് എ ഭാഗത്ത് വരുവാണെങ്കിൽ, എസ് എ അല്ലെങ്കിൽ എത്തിക്സ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആൻഡ് സയന്റിഫിക് ടെമ്പർ മസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് നന്നായിട്ട് വായിക്കുക, ഈ ഒരു പോർഷൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക, മെയിൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്ത ന്യൂസ് എന്താണെന്ന് നോക്കാം. മേക്കിംഗ് ഇന്ത്യസ് ക്ലൈമറ്റ് ടാക്സോണമി ഫ്രെയിംവർക്ക് വർക്ക്. ഓക്കെ, ഇതിലെന്താണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് റിലീസ്ഡ് ഡ്രാഫ്റ്റ് ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി. അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്താണ് പബ്ലിഷ് ചെയ്തത്, എന്താണ് റിലീസ് ചെയ്തത്, ഒരു ഡ്രാഫ്റ്റ് ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി റിലീസ് ചെയ്തു. എന്താണ് ടാക്സോണമി എന്ന് വെച്ചാൽ ഇതൊരു റൂൾ ബുക്കാണ്. ഓക്കെ, അതായത് ഇതിൽ എന്തൊക്കെയാണ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയല്ല എന്നൊക്കെയുള്ള പറയുന്ന ഒരു റൂൾ ബുക്കാണ്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്താണ്, മൊബിലൈസ് ക്ലൈമറ്റ് അലൈൻഡ് ഇൻവെസ്റ്റ്മെന്റ്, പ്രിവെന്റ് ഗ്രീൻ വാഷിംഗ് ആൻഡ് ഗൈഡ് ഇൻവെസ്റ്റേഴ്സ്. ഗ്രീൻ വാഷിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ചില കമ്പനീസ് അല്ലെങ്കിൽ ചിലർ എന്താ പറയുക, ഇത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് ഫാൾസ് ആയിട്ട് ക്ലെയിം ചെയ്യുകയാണ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണെന്ന്, അതിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പർപ്പസ് എന്താണ്, മൊബിലൈസ് ക്ലൈമറ്റ് അലൈൻഡ് ഇൻവെസ്റ്റ്മെന്റ്, prevent greenwashing, guide investors. Called a living framework, adaptable to evolving priorities and global obligations. ഇതിന്റെ റിലവൻസ് എന്താ നോക്കുകയാണെങ്കിൽ എന്താണ്, ക്രിട്ടിക്കൽ ഫോർ ഇന്ത്യസ് നെറ്റ് സീറോ ഗോൾസ് ആൻഡ് അലൈൻ ഫിനാൻസ് വിത്ത് ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ്സ്. അതായത് ഈ ഡ്രാഫ്റ്റ് ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നെറ്റ് സീറോ ഗോൾസിനെയും ഫിനാൻസിനെയും ഒക്കെ എന്താണ് അലൈൻ ചെയ്തിട്ട് ഒന്നാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ റിലവൻസ് ആയിട്ട് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ഡ്രാഫ്റ്റ് ടാക്സോണമി. ഒബ്ജക്റ്റീവ് എന്താ നമുക്ക് നോക്കാം. മൊബിലൈസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്ലൈമറ്റ് ഫ്രണ്ട്ലി സെക്ടേഴ്സ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് മൊബിലൈസ് ചെയ്യുക ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെക്ടേഴ്സിലൊക്കെ. അതുപോലെ എന്താണ് ക്ലാരിഫൈ മിറ്റിഗേഷൻ, അഡോപ്റ്റേഷൻ, ട്രാൻസിഷൻ ആക്ടിവിറ്റീസ്. പ്രിവെന്റ് ഗ്രീൻ വാഷിംഗ്. ഗ്രീൻ വാഷിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് ഫാൾസ് ക്ലൈമറ്റ് ക്ലെയിംസിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. റിവ്യൂ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു രണ്ട് ഭാഗമായിട്ട്, അതായത് ആനുവൽ റിവ്യൂ ഉണ്ട്, എന്താ 5 ഇയർ റിവ്യൂ ഉണ്ട്. ഈ ആനുവൽ റിവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ഫോർ ഷോർട്ട് ടേം കറക്ഷൻസ് ട്രിഗേർഡ് ബൈ ഗ്യാപ്സ്, ന്യൂ ഒബ്ലിഗേഷൻ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫീഡ്ബാക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ആനുവൽ റിവ്യൂ വരുന്നത്. 5 ഇയർ റിവ്യൂ എന്താണ് കോംപ്രഹെൻസീവ് റീ അസസ്മെന്റ് അലൈൻഡ് വിത്ത് എന്താണ് NDC അപ്ഡേറ്റ് സൈക്കിൾ, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് അണ്ടർ UNFCCC, എമർജിംഗ് കാർബൺ മാർക്കറ്റ് ആൻഡ് ക്ലൈമറ്റ് ഫിനാൻസ് ഡെഫിനേഷൻസ്. ഇത് വെച്ചിട്ടാണ് 5 ഇയർ റിവ്യൂസ് എടുക്കുന്നത്. ഓക്കെ, significance in climate finance ecosystem coincides with the operationalization of carbon credit trading scheme, green bonds entering stock market portfolios, increasing pressure to align public finance with the climate goals. Without the robust taxonomy, എന്താണ് റിസ്ക് ഓഫ് വീക്ക് ഫ്രെയിംവർക്ക് അണ്ടർമൈനിങ് ഇന്ത്യസ് ക്ലൈമറ്റ് ഫിനാൻസ് സിസ്റ്റം. ഒരു റോബസ്റ്റ് ടാക്സോണമി ഇല്ലെങ്കിൽ, അതാണ് നമ്മൾ എന്താണ് തുടക്കം പറഞ്ഞ ഒരു ടാക്സോണമി, അതില്ലെങ്കിൽ എന്താണ് അത് വീക്ക് ചെയ്യും, നമ്മളുടെ എന്താണ് ക്ലൈമറ്റ് ഫിനാൻസ് സിസ്റ്റത്തിനെയൊക്കെ വീക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, മെയിൻസിൽ നോക്കുകയാണെങ്കിൽ എന്താ GS പേപ്പർ 2, GS പേപ്പർ 3യിലാണ് വരുന്നത്. GS പേപ്പർ 2ൽ എന്താ ഗവർണൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആണ്. GS പേപ്പർ 3യിൽ എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ചേഞ്ച്, എക്കോണമി. എസ്എ നോക്കുകയാണെങ്കിൽ എന്താണ് ക്ലൈമറ്റ് ഫിനാൻസ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഈ പോർഷൻ നോക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് ഡ്രാഫ്റ്റ് ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് എയിംസ് ടു മൊബിലൈസ് ഇൻവെസ്റ്റ്മെന്റ് അലൈൻഡ് വിത്ത് ക്ലൈമറ്റ് ഗോൾസ് ആൻഡ് പ്രിവെന്റ് ഗ്രീൻ വാഷിംഗ്. സെക്കൻഡ് എന്താ പറയുന്നത്, ഇറ്റ് പ്രൊപ്പോസസ് ബോത്ത് ആനുവൽ ആൻഡ് 5 ഇയർ റിവ്യൂ മെക്കാനിസം. തേർഡ് എന്താണ്, ഇറ്റ് ഈസ് ലീഗലി ബൈൻഡിങ് അണ്ടർ ദ എനർജി കൺസർവേഷൻ ആക്ട് 2001. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇതിന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ദ കോംപ്ലക്സ് വെബ് ഓഫ് ഫാക്ടേഴ്സ് ബിഹൈൻഡ് ഇന്ത്യസ് പെർസിസ്റ്റന്റ് സ്റ്റാൻഡിംഗ് ക്രൈസിസ്.
അതായത് എന്താണ് മാൽന്യൂട്രീഷൻ്റെ കുറവ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതിനെ പറ്റിയിട്ടാണ് ഈ ന്യൂസിൽ പറയുന്നത്. പോഷൻ അഭിയാൻ എന്നാണ് ലോഞ്ച് ചെയ്തത് 2018. എന്താണ് ഗോൾ? റെഡ്യൂസിങ് സ്റ്റണ്ടിങ് among children by 2 percentage points annually and achieving mission 25 by 2022. Reducing stunting to 25%. However, എന്നിരുന്നാലും എന്താണ് പോഷൻ ട്രാക്കർ ഷോസ് ദാറ്റ് stunting remains at 37%. Almost stagnant from 38.4% in 2016, reflecting deep-rooted structural challenges in health, nutrition, sanitation and education. Okay, നമുക്ക് ഈ ന്യൂസ് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീ ഡേറ്റ ആൻഡ് ഫൈൻഡിങ്സ്. സ്റ്റണ്ടിങ് പ്രിവലൻസ് 2016 നോക്കുകയാണെങ്കിൽ എന്താ 38.4% ആണ്. 2025 37%. വലിയൊരു ചേഞ്ച് കാണുന്നില്ല. റിഡക്ഷൻ ടാർഗറ്റ് എന്താണ് 25% ബൈ 2022. അതായിരുന്നു നമ്മളുടെ ഒരു റിഡക്ഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് എത്തിയിട്ടില്ല. മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 57% വുമൺ അനീമിക് ആണ്, 67% ചിൽഡ്രൻ അണ്ടർ 5 അനീമിക് ആണ്, 7% അഡോൾസെന്റ് ഗേൾസ് എന്താണ് ആൾറെഡി മദേഴ്സ് ആണ്. നിയർലി ഹാഫ് ഓഫ് സ്റ്റണ്ടഡ് ചിൽഡ്രൻ സ്മാൾ അറ്റ് ബർത്ത്. എഡ്യൂക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് 46% ചിൽഡ്രൻ സ്റ്റാൻഡേർഡ്, മദേഴ്സ് വിത്ത് നോ സ്കൂളിംഗ്. 26% ചിൽഡ്രൻ സ്റ്റാൻഡേർഡ്, മദേഴ്സ് വിത്ത് 12+ ഇയേഴ്സ് സ്കൂളിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കീ ഡേറ്റ എന്ന് പറയുന്നത്. അതായത് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഒരു ഡേറ്റ വഴി മനസ്സിലാക്കാൻ പറ്റുന്നത്. ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് ഡയറ്റ് നോക്കുകയാണെങ്കിൽ എന്താ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്താണ് 64% ആണ്. സി സെക്ഷൻ നോക്കുകയാണെങ്കിൽ സിസേറിയൻ അല്ലേ ഓക്കെ ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് ഡയറ്റ് നോക്കുകയാണെങ്കിൽ എന്താ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്താ 64% ആണ്. സിസേറിയൻ്റെ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് 2025-24 9% ആണ്. 2021 വരുമ്പോൾ എന്താണ് 22% ആണ്. ഓൺലി 11% ചിൽഡ്രൻ ഗെറ്റ് മിനിമം ആക്സെപ്റ്റബിൾ ഡയറ്റ്. ഓക്കെ, സാനിറ്റേഷൻ നോക്കുകയാണെങ്കിൽ എന്താ 19% ഹൗസ് ഹോൾഡ് സ്റ്റിൽ പ്രാക്ടീസ് ഓപ്പൺ ഡെഫിക്കേഷൻ. അൺസേഫ് വാട്ടർ പ്ലസ് പുവർ സാനിറ്റേഷൻ റിക്കർ. ഇതുകൊണ്ട് എന്താണ് തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് വരിക, മാൽന്യൂട്രീഷൻ സൈക്കിളിൽ ഉണ്ടാകുന്നു. ഓക്കെ, ഈ ഒരു സ്റ്റണ്ടിങ്ങിന്റെ മേജർ കോസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നെന്താണ് മെറ്റേണൽ ഫാക്ടേഴ്സ്, അതായത് എന്താണ് ടീനേജ് പ്രഗ്നൻസീസ്, അതുപോലെ എന്താ മാൽന്യൂട്രീഷൻ, അനീമിക്, ഇതൊക്കെ ഈ ഒരു മെറ്റേണൽ ഫാക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ. ഇനി ഇൻഫന്റ് കെയർ ഫാക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്നാഡിക്വേറ്റ് ബ്രസ്റ്റ് ഫീഡിങ്, പുവർ കോംപ്ലിമെന്ററി ഫീഡിങ്, ഡയറ്റ് ഡൈവേഴ്സിറ്റി ഗ്യാപ്സ്. ഓക്കെ, ഇനി ഒരു സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ് പോവർട്ടി, ലോ മെറ്റേണൽ എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ ഗ്യാപ്സ്, ചൈൽഡ് മാരേജ് ഒക്കെയാണ് വരുന്നത്. ഡയറ്ററി ഡെഫിഷ്യൻസീസ് നോക്കുകയാണെങ്കിൽ എന്താ ഹൈ കാർബ്, ലോ പ്രോട്ടീൻ ഡയറ്റ്സ്, ലാക്ക് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ്. ഇതൊക്കെയാണ് എന്താണ് മേജർ കോസ്, ഈ ഒരു സ്റ്റണ്ടിങ്ങിന്റെ മേജർ കോസ് ആയിട്ട് പറയുന്നത്. കോൺസിക്വൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് പുവർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, റെഡ്യൂസ്ഡ് എഡ്യൂക്കേഷൻ ഔട്ട്കംസ്, ലോവർ എംപ്ലോയബിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി, പെർപെക്ച്വേറ്റ്സ് ഇന്റർജനറേഷണൽ സൈക്കിൾ ഓഫ് പോവർട്ടി ആൻഡ് ഡിപ്രിവേഷൻ. ഓക്കെ, ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് എന്താണെന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ പോഷൻ അഭിയാന്റെ കാര്യം പറഞ്ഞിരുന്നു. എന്താണ് 2022 ഒരു 25% ടാർഗറ്റ് ഇട്ടിരുന്നു. പക്ഷെ എന്താണ് 2025 എന്താണ് 37% മാത്രമേ റിഡക്ഷൻ പറ്റിയിട്ടുള്ളൂ, ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്താ പോഷൻ 2.0 എന്താണ് സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ എന്താണ് ടീനേജ് പ്രഗ്നൻസീസ്, ചൈൽഡ് മാരേജ് ഒക്കെ എന്താണ് കുറയ്ക്കുക. മെറ്റേണൽ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് എന്താണ് അതിനെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക. അനീമിക് കൺട്രോൾ എന്താണ് അതിൻ്റെ ഒരു അനീമിയ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ സ്കെയിൽ കൂട്ടുക. ഓക്കെ, അതുപോലെ എന്താണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. എൻഷുർ സിനർജി ബിറ്റ്വീൻ ന്യൂട്രീഷൻ, സാനിറ്റേഷൻ, വാട്ടർ നോക്കുക. മോണിറ്റർ ത്രൂ റിയൽ ടൈം പോഷൻ ട്രാക്കർ വിത്ത് ബെറ്റർ അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് ഇതിൻ്റെ നമുക്ക് ഈ ഒരു പോളിസി ഉണ്ട്, അല്ലെങ്കിൽ പോഷൻ 2.0 സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 അതുപോലെ GS പേപ്പർ 3 GS പേപ്പർ 2 എന്താണ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ സെക്ടർ ഓർ സർവീസസ്. GS പേപ്പർ 3 പോവർട്ടി, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, പബ്ലിക് ഹെൽത്ത്. എസ് എ പേപ്പർ നോക്കുകയാണെങ്കിൽ എന്താണ് തീംസ് ഓൺ പോവർട്ടി, മാൽന്യൂട്രീഷൻ, ഇന്റർജനറേഷണൽ
ഡിപ്രൈവേഷൻ. ഓക്കെ, അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഇത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. നോ ചേഞ്ച് ഇൻ തായ്വാൻ പോളിസി സെയ്സ് ഇന്ത്യ ആഫ്റ്റർ ചൈന റെയ്ഡ്. അതായത് എന്താണ്, ചൈനീസ് ഫോറിൻ മിനിസ്റ്ററും നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററും എന്താണ് മീറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ചൈന ക്ലെയിം ചെയ്യാണ്, നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ തായ്വാൻ ഈസ് എ പാർട്ട് ഓഫ് ചൈന എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായെന്ന് ക്ലെയിം ചെയ്തു. അപ്പോൾ അതെന്താണ് ഒരു കോൺട്രവേഴ്സിയായി. അപ്പോൾ ഇന്ത്യ എന്താ പറഞ്ഞു, ഇന്ത്യ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ക്ലാരിഫൈ ചെയ്തു, ഇന്ത്യസ് തായ്വാൻ പോളിസി ഹാസ് നോ ചേഞ്ച്. ഓക്കെ, ഇതാണ് ഈ ന്യൂസ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യസ് പൊസിഷൻ ഓൺ തായ്വാൻ. ഇന്ത്യ ഫോളോസ് എന്താണ്, വൺ ചൈന പോളിസി. ഓക്കെ, ഇന്ത്യ മെയിൻറ്റെയിൻസ് എക്കണോമിക്, ടെക്നോളജിക്കൽ ആൻഡ് cultural ties with Taiwan without official diplomatic recognition. This is similar to the global approach, including countries that recognize the PRC but engage with Taiwan commercially. China's stand endana, China considers Taiwan as its inalienable part. Sensitive issue in India and China relations. Okay, ഡിപ്ലോമാറ്റിക് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇഷ്യൂ ഹൈലൈറ്റ്സ് മിസ്ട്രസ്റ്റ് ഇൻ ഇന്ത്യ ചൈന കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇന്ത്യ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായി. എന്താണ്, ഡെസ്പൈറ്റ് അറ്റംപ്റ്റ്സ് അറ്റ് നോർമലൈസേഷൻ സിൻസ് ബോർഡർ ടെൻഷൻ. അത് എൻ്റെ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഗൽവാൻ എന്താണ് 2020 നടന്ന ഇഷ്യൂസ് നോക്കുക. ഷോസ് ഇൻ ചൈനാസ് യൂസ് ഓഫ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു ഷേപ്പ് നറേറ്റീവ്സ്, ഇന്ത്യ ബാലൻസിംഗ് സ്ട്രാറ്റജിക് ഓട്ടോണമി, economic engagement with Taiwan, border challenges with China. Okay, GS paper 2ലും GS paper 1ലും GS paper 3ലുമാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. GS paper 2ൽ എന്താണ്, ഇന്ത്യ ചൈന റിലേഷൻസ്, ഇന്ത്യ തായ്വാൻ പോളിസി, ഡിപ്ലോമസി ആൻഡ് ഫോറിൻ പോളിസി ചാലഞ്ചസ്. GS paper 2ൽ നോക്കുകയാണെങ്കിൽ എന്താ, തായ്വാൻസ് ലൊക്കേഷൻ സിഗ്നിഫിക്കൻസ് ഇൻ ഇൻഡോ പസഫിക്. GS paper 3ൽ നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ഡയമെൻഷൻ ഓഫ് തായ്വാൻ സ്ട്രേറ്റ് ഇൻ റീജിയണൽ സെക്യൂരിറ്റി. ഓക്കെ, ലാസ്റ്റ് ന്യൂസ് എന്താണെന്ന് നോക്കാം. ISRO moves heavy lift rocket that can carry payload of 75,000 kg. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ, ISRO ചെയർമാൻ എന്താണ്, വി നാരായണൻ. അദ്ദേഹം എന്താണ്, ഓസ്മാനിയ യൂണിവേഴ്സിറ്റി 84th കോൺവൊക്കേഷനിൽ പറയുകയുണ്ടായത് ഇന്ത്യയുടെ അപ്കമിംഗ് ആയിട്ടുള്ള സ്പേസ് മിഷനെ പറ്റിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീ പോയിന്റ്സ് നോക്കാം. ന്യൂ ഹെവി ലിഫ്റ്റ് റോക്കറ്റ് എന്താണ്, പ്രപ്പോസ്ഡ് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ NGLV കേപ്പബിൾ ഓഫ് ക്യാരിങ് 75,000 കിലോഗ്രാം പേലോഡ് ടു സ്പേസ്. അതായത് എന്താണ്, 75,000 കിലോഗ്രാം പേലോഡ്സ് എന്താണ് സ്പേസിലേക്ക് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ്, വിൽ ബി ആസ് ടോൾ ആസ് 40 സ്റ്റോറി ബിൽഡിംഗ്. അതുപോലെ എന്താ, ഫസ്റ്റ് സ്റ്റേജ് വിൽ ബി റിക്കവറബിൾ. ഓക്കെ, എന്താണ് ലൈക്ക് എന്താ സ്പേസ് എക്സിനെ പോലെ എന്താണ് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഗഗൻയാൻ മിഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം ആണ്. ഫസ്റ്റ് അൺമാൻഡ് മിഷൻ പ്ലാൻഡ് സൂൺ. ഓക്കെ, തേർഡ് പറയുന്നത് എന്താണ്, ചന്ദ്രയാൻ 4 അപ്രൂവ്ഡ്, അത് എന്താണ് അപ്രൂവ് ആയിട്ടുണ്ട്. സക്സസർ ടു ചന്ദ്രയാൻ 3 soft landing success in 2023, likely focused on sample return and deeper lunar exploration. Okay, അടുത്ത എന്താണ്, ഭാരതീയ അന്തരിക്ഷ സ്റ്റേഷൻ ഇന്ത്യസ് ഓൺ സ്പേസ് സ്റ്റേഷൻ ബൈ 2035 നമ്മുടെ സ്വന്തമായിട്ടൊരു സ്റ്റേഷൻ 2035. ഇനിഷ്യൽ മൊഡ്യൂൾസ് ലോഞ്ച് ചെയ്യുന്നതാണ് 2027. ഇന്ത്യ മൂൺ മിഷൻ 2040. വിഷൻ എന്താണ്, ആൻഡ് ഇന്ത്യൻ ആസ്ട്രോണറ്റ് ടു ലാൻഡ് on the moon and return safely by 2040. Venus orbitary mission approved mission to study planet Venus. Okay, ഇത് GS paper 3ലാണ്, സയൻസ് ആൻഡ് ടെക്നോളജി സ്പേസ്. അതിലെന്താണ്, GS paper 3ൽ ISRO's ന്യൂ ഹെവി ലിഫ്റ്റ് റോക്കറ്റ്, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്, ഫ്യൂച്ചർ പ്ലാനറ്ററി എക്സ്പ്ലോഷൻ, സ്പേസ് സ്റ്റേഷൻ ഡെവലപ്മെന്റ്സ്. GS paper 2ൽ നോക്കുകയാണെങ്കിൽ എന്താണ്, സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യ സ്പേസ് ക്യാപ്പബിലിറ്റീസ്, ഗ്ലോബൽ സ്പേസ് റേസ്, ടെക്നോളജി ലീഡർഷിപ്പ്. ഇതൊക്കെയാണ് മെയിൻസിന്റെ പോയിന്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ന്യൂസുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.